കണ്ണൂരിൽ മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റിയ വയോധികന് ജീവൻ. കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രനാണ് മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടെ ജീവനുണ്ടെന്ന് അറ്റൻഡർ തിരിച്ചറിഞ്ഞത്. കണ്ണൂർ AKG സഹകരണ ആശുപത്രിയിലാണ് സംഭവം. മംഗളൂരു ഹെഡ്ഡേ ആശുപത്രിയിൽ വെന്റിലേറ്ററിലുണ്ടായിരുന്ന രോഗിയെ ഇന്നലെ രാത്രിയാണ് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത്. സുനിൽ ഐസക് ഉണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. സുനിൽ, ഇതെന്താണ് ശരിക്കും സംഭവം? അജി, തീർത്തും കൗതുകകരമായ അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു വാർത്ത എന്ന് തന്നെ പറയാം കണ്ണൂരിൽ നിന്ന്. അതായത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് മംഗളൂരിലെ ഹെഗ്ഡേ ആശുപത്രിയിൽ കഴിഞ്ഞ ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു പവിത്രൻ. അതിനുശേഷം ആ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ ജീവൻ നഷ്ടമാകുമെന്ന് അവിടുത്തെ ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ദിവസങ്ങളായി വെന്റിലേറ്ററിൽ തുടർന്നതിനെ തുടർന്ന് അവിടെ ബന്ധുക്കളും മറ്റുമൊക്കെ ആലോചിച്ച് വെന്റിലേറ്റർ നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വെന്റിലേറ്റർ നീക്കം ചെയ്ത് രോഗി മരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം ആംബുലൻസിൽ കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട, അതിന് പകരം തൽക്കാലത്തേക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാം എന്ന് കരുതി ഇന്നലെ രാത്രി 12:15 AKG ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അറ്റൻഡർ പവിത്രനെ അവിടെ മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ഈ അറ്റൻഡറുടെ കയ്യിൽ ഇയാൾ പിടിച്ചു എന്നാണ് അറ്റൻഡറുടെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അയാൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ആ സമയത്ത് ഇയാളുടെ വിരലിൽ ഇയാൾ പിടിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഉടനെ തന്നെ അറ്റൻഡർ ഡോക്ടർമാരെ വിവരം അറിയിച്ചു. തുടർന്ന് കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ തുടർന്ന് ഡോക്ടർമാരെത്തി ആശുപത്രി ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ AKG ആശുപത്രിയുടെ ICUവിൽ ഇയാൾ ചികിത്സയിൽ തുടരുകയാണ്. ഈ പ്രാദേശിക ജനപ്രതിനിധികൾ സാക്ഷ്യപ്പെടുത്തിയതിനാലാണ് മോർച്ചറി സൗകര്യം ഒരുക്കി നൽകിയതെന്നാണ് AKG ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും പവിത്രൻ മരിച്ചുവെന്ന് ദിനപത്രങ്ങളിലൊക്കെ വാർത്തകളും വരികയും ചെയ്തിരുന്നു. പിന്നാലെയാണിപ്പോൾ ഇയാൾ ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നത്.